ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. കോൺഗ്രസ്, വഖഫ്, വിമത വൈദികര്, നല്ല കോമ്പിനേഷനാണ്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ കോൺഗ്രസ് പാർട്ടി. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു DCC പ്രസിഡന്റിനെ കൊണ്ട്, എറണാകുളം DCC പ്രസിഡന്റിനെ കൊണ്ട് കത്തോലിക്ക സഭയെ ആക്രമിക്കാനുള്ളൊരു ശ്രമം നടത്തുകയാണ് കോൺഗ്രസ്. ഇത് നാം ക്രിസ്ത്യാനികൾ ചെറുക്കണം. ഒരു സമുദായം എന്ന നിലയിൽ നമ്മുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നം മാത്രമല്ല ഇത്. പ്രത്യുത സഭയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു മതവിഭാഗവും നടത്തുന്ന ഗൂഢാലോചനയാണിതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നമ്മളത് അനുവദിച്ചുകൂടാ. ഈശോയെ കൊല്ലാൻ അന്നത്തെ ചില വിമത മത നേതാക്കളും പീലാത്തോസ്, ഹെരോദസ് തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കളും നടത്തിയ ഗൂഢാലോചനയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. എന്നിട്ട് എന്തുണ്ടായി? ആ വിമത പുരോഹിതന്മാരും രാഷ്ട്രീയക്കാരും ഇപ്പോൾ എവിടെ? ഈ ശോമിശിക ജീവനുള്ളവനായി വാഴുന്നത് സതീശന്മാരും അഹമ്മദന്മാരും മറ്റും കാണുന്നില്ലേ? എറണാകുളത്തും ഇന്ത്യയിലുടനീളവും ഈ ശോമിശിഹായെയും മാർപ്പാപ്പയെയും ബഹുമാനിക്കുന്ന കത്തോലിക്കരുണ്ടെങ്കിൽ കത്തോലിക്ക സഭയ്ക്കെതിരെ നിലപാടെടുത്ത എറണാകുളത്തെ കോൺഗ്രസ് നേതാക്കളെ ഒരു പാഠം പഠിപ്പിക്കണം. ഒരുപക്ഷെ ഒരു വോട്ട്, ഒരു വാക്ക്, രൂക്ഷമായൊരു നോട്ടം, അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ള പ്രാദേശിക കോൺഗ്രസ് നേതാക്കളോട് ഒരു പ്രതികരണം. പക്ഷേ അത് നമ്മുടെ പ്രതിഷേധാഗ്നിയുടെ പ്രതീകാത്മക അടയാളമാകണം. പിണറായിയുടെ പോലീസോ സതീശൻ്റെ പോലീസോ അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ ഈ പോലീസ് സേന? ഏതായാലും പോലീസ് നല്ല കാര്യങ്ങൾ ചെയ്താൽ പിന്തുണ കൊടുക്കുന്നതല്ലേ കോൺഗ്രസ് കാണിക്കേണ്ട മാന്യത? അതിന് പകരം കത്തോലിക്ക സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന, മാർപ്പാപ്പയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന, സഭയുടെ ശിക്ഷാ നടപടികൾ നേരിടുന്ന വിമത വൈദികരെ കോൺഗ്രസിന്റെ എറണാകുളം DCC പ്രസിഡന്റ്, അത് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഒരാൾ പിന്തുണയ്ക്കുമ്പോൾ കോൺഗ്രസിന്റെ ഒരു മുസ്ലിം MLA അതിന് അനുകൂലമായി, ഈ വിമതർക്ക് അനുകൂലമായി പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾ സാധാരണക്കാർ മനസ്സിലാക്കുന്നത് നിങ്ങൾ ക്രിസ്ത്യാനികൾക്ക് എതിരാണ് എന്നാണ്. മാത്രമല്ല വിമതരുടെ അഴിമതിയിൽ കോൺഗ്രസിന് പങ്കുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. നിങ്ങൾ സ്പോൺസർ ചെയ്തിട്ടാണോ വിമതർ ഞങ്ങളുടെ സമുന്നത തലവനായ മാർപ്പാപ്പയ്ക്കെതിരെ നിലകൊള്ളുന്നതെന്ന് ഞങ്ങൾ സംശയിച്ചിരുന്നു. ആ സംശയം ശരിയാണെന്ന് നിങ്ങൾ തന്നെ തെളിവുകൾ നൽകുകയാണോ? ഈ വിമതരുടെ കൂടെ സുബോധമുള്ള ജനങ്ങൾ ആരുമില്ലെന്ന സത്യം കോൺഗ്രസ്സുകാർ മനസ്സിലാക്കിയാൽ അവർക്ക് നല്ലത്. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ കട അങ്ങനെ നിങ്ങൾ പ്രചരിപ്പിക്കണേ. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ കടയിൽ ഒരു മതവിഭാഗത്തിലുള്ളവർക്ക് സാധനങ്ങൾ കിട്ടൂ എന്ന് ഒരു കിംവദന്തി കേട്ടിരുന്നു. അതിപ്പോൾ ഞങ്ങളെ ബോധ്യപ്പെടുത്തുകയാണോ? തീർച്ചയായും ഞങ്ങളുടെ ആഗോള കത്തോലിക്ക സഭയിൽ പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ ചെറിയൊരു പ്രദേശത്ത്, എറണാകുളത്ത്, നിങ്ങളുടെ കോൺഗ്രസ് പാർട്ടിയോ എല്ലാ ബൂത്തിലും മണ്ഡലത്തിലും ഗ്രൂപ്പുകളെയും വിഭാഗതയും അഴിമതിയും, അങ്ങനെയുള്ള കോൺഗ്രസ് പാർട്ടി അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ കത്തോലിക്ക സഭയിലെ പ്രശ്നങ്ങൾക്ക് കടന്നു കയറുന്നത് ശരിയായ രീതിയല്ല. നിങ്ങൾ എവിടെ കിടക്കുന്നുവെന്ന് ഒരു ആത്മശോധന ചെയ്യൂ. നിങ്ങളുടെ സമുന്നതരായ നേതാക്കന്മാരുണ്ടാക്കിയ വഖഫ് നിയമത്തിലൂടെ നിങ്ങൾ ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ സഭാവിരോധികളുടെ കൂടെ കൂടി കത്തോലിക്ക സഭയെ ദുർബലമാക്കാമെന്നാണോ വിചാരിക്കുന്നത്? ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾ ഉണ്ടെങ്കിൽ എറണാകുളത്തെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ, കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പ്രതികരിക്കൂ. മാർപ്പാപ്പയോട് വിധേയത്വം പുലർത്തുന്ന കത്തോലിക്കര് എറണാകുളത്തുണ്ടെങ്കിൽ പ്രതികരിക്കൂ. കർത്താവിനോടും കർത്താവിൻ്റെ സഭയോടും മാർ തോമസ് ലീഹായുടെ പാരമ്പര്യത്തോടും കൂറ് പ്രഖ്യാപിക്കേണ്ട നിമിഷമാണിത്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.